കണ്ണൂരിലെ ജനവാസ മേഖലയിൽ നിന്നും വനം വകുപ്പ് പിടികൂടിയ ശേഷം ചത്ത കടുവയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലാണ് ഉച്ചയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ. മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ചത്തത്. കടുവയുടെ മുഖത്തും നെഞ്ചിലും മുറിവുകൾ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ കടുവയെ വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം പൂർത്തിയായാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ. അടയ്ക്കാത്തോട് കരിയങ്കാപ്പിൽ നിന്നുമാണ് കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. കേളകം, കൊട്ടിയൂർ, കണിച്ചാർ പഞ്ചായത്തുകളിൽ 3-ലേറെ കടുവകളുണ്ടെന്നാണ് നാട്ടുകാരുടെ വാദം. റബ്ബർ തോട്ടത്തിൽ ഇറങ്ങിയ കടുവയുടെ ദൃശ്യങ്ങൾ പ്രദേശവാസി മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. എന്നാൽ അതേ കടുവയെ തന്നെയാണോ പിടികൂടിയതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. വനം വകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടി ജീവൻ നഷ്ടമാകുന്ന അവസാനത്തെ കടുവയാണ് കണ്ണൂരിലേത്. നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടിയ കരടിയും വയനാട്ടിൽ നിന്ന് പിടികൂടിയ തണ്ണീർക്കൊമ്പനും കൊട്ടിയൂരിൽ നിന്ന് തന്നെ പിടികൂടിയ കടുവയും മണിക്കൂറുകൾക്ക് ശേഷം ചത്തിരുന്നു. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.